ഹായ് ഡിയേഴ്സ്. ഇവിടെ ഒരാൾ വെള്ളത്തിനെ കൊണ്ട് കളിക്കേണ്ട തിരക്കാണ്. പാവാടയും കുപ്പാലിട്ട് പോകുന്ന കണ്ടിരി തിരിച്ചിട്ടുണ്ടാവും. ഓണപ്പരിപാടിക്ക് പോവുക കേട്ടോ. അംഗനവാടിയിൽ ലേറ്റായി. ഇത് 1 മണിയാകാനായ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിനെ കാണാൻ പോയിട്ട് ഇപ്പം കേട്ടോ വന്ന്. ഇപ്പം ലേറ്റായിപ്പോയി. ഓ വാവിനെ കാണിച്ചിട്ടില്ലേ? എന്നാ വാവ ഇതാ സുന്ദരിയായിട്ട്. വാ പോരാ. ഇന്ന് കഞ്ഞൊന്നും കുടിച്ചിട്ടില്ല പെണ്ണ്. സുന്ദരിയായിട്ടില്ല. ഓക്ക് ഡ്രസ്സെല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ പാകാന്ന് നമ്മൾ വലുതായിപ്പോയി വാങ്ങി. അപ്പൊ ഇത് തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. വേറെ ഓണക്കോടിൻ്റെ അമിച്ചെന്ന് സെറ്റിൻ്റെ തന്നെ ഇടാന്ന്. അപ്പൊ വേഗം പോട്ടെ. നേരം വെയിലേ തന്നെ നേരം വെയിനി. അവിടെ എത്തിച്ചെങ്ങനെ നല്ല നോക്കാം. നമ്മൾ നടക്കട്ടെ. താഴെ നടക്കണേ 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 വാവാ. ഞാൻ ഒറ്റക്കാ. ആ എന്നാ ഓക്കെ, നമ്മൾ പോയിട്ട് വരുന്നേ. നടക്കന്നെ മോളെ, നടന്നോ? ഓ ഉമ്പി ഭാവി ഭാവി ഓടി ഓടി ഓടിക്കോ. ആ വാവേ ഓടിക്കോ. അവിടെ ഓടി 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 ഓടി. വണ്ടി 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 വണ്ടി. ബൗബോ ഉണ്ട്. ഇപ്പുറത്ത് വാ, ഇപ്പുറത്ത് വാ. അയ്യോ വെയില് താനി. അയ്യോ വെയില് 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 വെയില്. ഇതാട്ട അംഗനവാടിയിലിട്ട പൂക്കളം. ചെറിയ രീതിക്ക് ടീച്ചറെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടല്ലേ വന്നത്. അപ്പോഴത്തേക്ക് ചോറ് തിന്നുണ്ട് എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിന്. ഇന്ന് അധികം ആളൊന്നുമില്ല. ഇന്ന് എല്ലാ സ്കൂളും എല്ലാവരും പരിപാടി ആയതുകൊണ്ട് കുറച്ച് ബാക്കി എല്ലാവർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയെന്ന് തോന്നുന്നു. കുറച്ച് മാത്രമേ പിള്ളേരും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ താനി ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുള്ളത്. കുട്ടികളെല്ലാം നിലത്തിരുത്തി, വലിയ കുട്ടികളെയും ചെറിയ കുട്ടികളെല്ലാം നിലത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് താനിയാണെങ്കിൽ ഇടങ്ങാറാക്കിക്കൊണ്ട് നിൽക്കുന്നു. ഒരിക്കൽ ഇരിക്കും ഒരിക്കൽ എണീക്കും, ഒരിക്കൽ ഇരിക്കും ഒരിക്കൽ എണീക്കും, അങ്ങനെ. അപ്പോൾ പിന്നെ ഏട്ടൻ നല്ലോണം സഹകരിച്ചവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഇരുത്തി. അപ്പോൾ ഇനി ചോറിൻ്റെ എല്ലാ സംഭവങ്ങളും വിളമ്പാൻ നോക്കല. അപ്പം താനിക്ക് അത്ര മൂടില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ചോറ് തിന്നിട്ടൊന്നുമില്ല. ചോറ് വിളമ്പിയെടുത്ത് കുറച്ച് 1 മണി വായിട്ടിന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓൾ എന്തെല്ലോ കളിക്കുന്നുണ്ട്. അച്ചാർ നക്കലും ഒന്നും പറയണ്ട. അപ്പോൾ സാമ്പാർ വിളമ്പി. സാമ്പാർ ഇവിടെ അംഗനവാടി തന്നെ വെച്ചതാട്ടം. ഇങ്ങനെ നമ്മൾ നാട്ടിൽ ഈ കണ്ണൂരെല്ലാം നല്ലോണം അരച്ചിട്ടാണ് സാമ്പാറൊക്കെ. ഇവിടെ ഒരാൾ അവളുടെ ഉമ്മ പോയതിൻ്റെ സങ്കടത്തിൽ ഭയങ്കര കരച്ചിലും പിടിച്ചല്ലേ. അപ്പം താനി ആദ്യമേ പഴം എടുത്ത് കൈ പിടിച്ചിട്ട് ഒന്നും തിന്നുന്നില്ല. ബാക്കി എല്ലാ പിള്ളന്മാരും അത്യാവശ്യം നല്ലോണം കഴിക്കുന്നുണ്ട്, ചിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞിട്ട് എന്നാന്നറിയില്ല വൃത്തിക്കടഞ്ഞ് ഞാൻ വെച്ച് പൂവെല്ലാം അതിൻ്റെ പണി ആക്കും. പക്ഷെ ഒന്നുമില്ല, അടങ്ങി അവിടെ ഇരുന്നിട്ടുണ്ടായിന്. ടീച്ചറിങ്ങനെ ഓരോന്ന് പറയുന്ന പിള്ളന്മാരോട്. പിന്നെ ഇവിടെ ഒരാൾ മുണ്ടുടുക്കേണ്ട തേറ എല്ലാവരെയും കാണിച്ചിട്ട് കേറ്റിക്കുത്ത്. ഓ ഓ ഓ
ഓടിക്കളിക്കലും എന്തെല്ലോ പരിപാടിയാണ്. അപ്പം താനീനെ എടുത്തിട്ടുള്ളത് അവളെ ചിറ്റിയേട്ടൻ, അതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ എന്തെല്ലോ കളിക്കുന്ന ആടെ ഒരു സാധനം ഉണ്ട്, അതിനെയും കൊണ്ട് കളിക്കേണ്ട തിരക്കാം. ഇനി പിള്ളേരെ കൊണ്ട് കസേരക്കളിയും ബോള് കളിയെല്ലാം കളിപ്പിക്കാനുള്ള രീതിക്ക് നിന്ന് ഞാൻ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഒരു അടിപൊളി കസേരക്കളിയേ. കസേരക്കളി കഴിഞ്ഞപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ട കളറുള്ള കസേര എടുത്തിട്ട് നിൽക്കല എന്താനി, അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോന്ന്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കലും. ഇനി ബോള് കളിക്കലാന്ന് പുറത്ത് പോയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിനെന്നാ പറയുക എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ബോൾ ഇടുക. നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടുന്ന് വമ്പം കളിയാണ് പിള്ളേർ. താനിക്ക് ബോൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ബോൾ കളിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് വേഗം പാഞ്ഞും വരുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു കൊടുക്കും ബാസ്ക്കറ്റ് ബോൾ തന്നെയല്ലേ ഇതിന് പറയുക, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബോൾ ചാടുക വേണ്ടത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ പിള്ളേന്മാർക്ക് അങ്ങ് എത്തൊന്നുമില്ലല്ലോ. 2-3 ആൾ എത്തിയില്ല എന്നുള്ള രീതിക്കായിന്. അപ്പോൾ താനിക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത് പിന്നെ കിട്ടുമെന്ന് ബാക്കിയുള്ളവർക്ക് കിട്ടുമെന്ന് സംശയം. താനിങ്ങനെ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പോയിട്ട് ബോളിങ് തപ്പണമെന്ന്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇടാൻ നോക്കുന്നു. അടിപൊളി.
അയ്യോ അതിന് താനി 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 താനിച്ചല്ലേ താനി താനി ഒന്ന് താനിക്കൊടുത്താ ആ മേൽച്ചാട് മേൽച്ചാട് വന്നോ ആ ആ ഒന്നും കൂടി ചാടിക്കോ 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 ആ ഓക്കെ ഇനി അടുത്ത വയ്യ ചാടാ ഓ താനി ചാടി ചാടി ചാടിക്കോ കിട്ടൂല കുട്ടികളെ മാത്രം കിട്ടും കഴിഞ്ഞിട്ടുണ്ട് കൈനടി പിടിക്കണ്ട എല്ലാവരും പോയില്ല കഴിക്കാം അയ്യോ മോളെ തന്നു കിട്ടിയില്ല അതിന് കൊണ്ടിട്ട് പോന്നു ഇങ്ങനെ നമ്മള് കൊടുക്കലില്ലേ അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം കൊടുത്ത് കളിക്കലില്ലേ എന്നോട് മറന്നുപോയാ അപ്പോൾ ഓണപ്പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇവിടെ ഒരാൾ ഉറങ്ങിപ്പോയി, ആ വരുന്ന വീട്ടിൽ തന്നെ ഉറങ്ങിപ്പോയി. എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോളിൻ്റെ മോളെ ഭർത്താവിൻ്റെ ഒപ്പം എനിക്ക് പോകുന്നു നടക്കാണ്ടിങ്ങത്ത് കാറിൽ. അപ്പോൾ അപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ഉറങ്ങിപ്പോയി, ഭയങ്കര ഉറക്കക്ഷണമുണ്ട്. അവിടെ നിന്ന് കളിച്ചത് മുറുക്കുന്നുണ്ടെങ്കിലും ഉറങ്ങിപ്പോയി. അപ്പോൾ ചെറിയൊരു ഓണം, ഇന്ന് എല്ലാ സ്കൂൾ പരിപാടിയും കാര്യങ്ങളും അല്ലേ. അപ്പോൾ ആരും അങ്ങനെ ഉണ്ടായില്ല, കുറച്ച് ആൾക്കാർ മാത്രം. ഈ വന്നാൾ തന്നെ തിരക്ക് പിടിച്ച് പോകേണ്ട അവസ്ഥ. വേറെ ഒന്നും രണ്ടെല്ലാം കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഓരോ വരുന്നവും പോന്നവും അങ്ങനത്തെ എല്ലാം തിരക്കിലായിട്ട് കുറച്ച് ഒരു സാമ്പാറും 2 പച്ചക്കറിയും വറവും ഉപ്പേരി ഞാനാണ് ഉപ്പേരി എന്നല്ല, നമ്മുടെ ഉപ്പേരി എന്ന് പറയുന്നത് കായ് ഉപ്പേരി കേട്ടോ, പച്ചക്കായ് വറുത്തില്ലേ അത്, വറവല്ല ചിപ്സ് അപ്പം അത്, പിന്നെ പപ്പടം, പായസം ഉണ്ടായിന്, പാൽപ്പായസം, പിന്നെ പച്ചടി ഉണ്ടായിന്, അച്ചാറുണ്ടായിന്, വേറെ കൂട്ടുകറി ആവില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. വെക്കണ്ട എപ്പോഴും വെക്കുന്ന ആൾക്കാരൊന്നും ഇന്ന് വന്നിട്ടില്ല, കുറച്ച് ആൾക്കാർ മാത്രം ചേർന്നിട്ട് ഇന്നലെ തീരുമാനിച്ച് ഇന്നലെ തീരുമാനിച്ചത് ചെറുതായിട്ടൊരു പരിപാടി. അപ്പം അങ്ങനെയല്ല, ഭയങ്കര ഇഷ്ടം കിടക്കണം. ഇപ്പം അത്രയും 3:30 എല്ലാം കണ്ണ് രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഓർപ്പിച്ചു. അപ്പോൾ വേഗം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബായ്.